നിന്നെപ്പോലെ അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ വേണ്ടി തന്നെയാണ്. മഹേഷ് അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അനു ആകെ തകർന്നുപോയി. സ്വന്തം ഭർത്താവ് പോലും തന്നെ ഒരു അടിമയെ പോലെയാണ് കണക്കാക്കുന്നത് എന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇത്രയും ദിവസം പഞ്ചാര പുരട്ടിയ വാക്കുകൾക്കുള്ളിൽ അയാൾ തന്റെ സ്വഭാവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്രാമത്തിലായിരുന്നു അനു ജനിച്ചത്. അച്ഛനും അമ്മയും കൂലിപ്പണിയും ഒക്കെ എടുത്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അനുവും ആമിയും 2 കുട്ടികൾ കൂടിയായപ്പോൾ ആ വീടൊരു സ്വർഗം പോലെയായി. നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ ദിവസവും വളരെയധികം സന്തോഷത്തോടെ തന്നെയായിരുന്നു അവർ ജീവിച്ചത്. 2 കുട്ടികളും പഠിക്കാൻ മിടുക്കികളായിരുന്നു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനുവിന് ഒരു വിവാഹാലോചന വരുന്നത്. ടൗണിൽ എഞ്ചിനീയറായ മഹേഷിന്റെ വിവാഹാലോചനയായിരുന്നു. എങ്ങനെ നോക്കിയിട്ടും മഹേഷിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പോലും യോഗ്യത അനുവിന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലായില്ല. എന്തായാലും അത് അനുവിന്റെ ഭാഗ്യമായി അവളുടെ വീട്ടുകാർ കരുതി. എന്നാൽ പഠിച്ച് ഒരു നല്ല ജോലി നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള അനു ഈ വിവാഹത്തെ എതിർത്തു. പക്ഷെ അവർ എല്ലാവരും കൂടി പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റി വിവാഹത്തിന് സമ്മതിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ മഹേഷ് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. മഹേഷ് മാത്രമല്ല, അവൻ്റെ അമ്മ രാധാമണിയും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നാളുകൾ മുന്നോട്ട് നീങ്ങവേ അവരുടെ 2 പേരുടെയും തനി സ്വഭാവം വെളിയിൽ വന്നു. അനു ദാരിദ്ര്യവാസിയാണ് എന്നും പറഞ്ഞ് അവളെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിച്ചു. അതുമാത്രമല്ല, ഒരു അടിമയെപ്പോലെയാണ് അവർ കണക്കാക്കിയത്. മഹേഷ് ആണെങ്കിൽ തോന്നിയതുപോലെ നടന്നു. ഒടുവിലാണ് അവൾക്ക് മനസ്സിലായത്, മഹേഷിനി തന്നിഷ്ടപ്രകാരം പരസ്ത്രീകളുമായി സുഖിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു ബന്ധം അയാൾ കണ്ടുപിടിച്ചത് തന്നെ. തന്നെപ്പോലെ ഒരു പെണ്ണാകുമ്പോൾ അതൊന്നും ചോദ്യം ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുമല്ലോ. പക്ഷെ ഇതൊന്നും കണ്ട് മിണ്ടാതെ ജീവിക്കാൻ അനുവിന് വയ്യായിരുന്നു. അവൾ അതിനെ ശക്തമായി എതിർത്തു. അതിനവൾക്ക് അവിടെ നിന്ന് അയാളുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ അതൊന്നും അവളെ തളർത്തിയില്ല. പരമാവധി അയാളെ എതിർത്ത് അവൾ അവിടെ പിടിച്ചു നിന്നു. പിന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അനിയത്തിയുടെ ഭാവിയും അവളെ കല്യാണം കഴിച്ച് കൊടുത്തയക്കാൻ ചിലവായ പൈസയുടെ കണക്കും മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. തിരിച്ച് മഹേഷിന്റെ അടുത്തേക്ക് തന്നെ പോകാനാണ് അവർ ആവശ്യപ്പെട്ടത്. തങ്ങളെക്കാൾ സമ്പന്നമായ കുടുംബമായതുകൊണ്ട് ഒന്ന് താഴ്ന്നു കൊടുക്കാൻ, അതായത് അയാൾ ചെയ്യുന്നതെല്ലാം കണ്ണടയ്ക്കണമെന്ന് അനുവിനത് സമ്മതമായിരുന്നില്ല. അവൾ തൻ്റേതായ രീതിയിൽ അവരെ എതിർത്തു. എന്നാൽ വീട്ടുകാർ അവളെ യാതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്തില്ല. അതോടെ അവിടെ നിന്ന് അവൾ ഇറങ്ങി. തിരികെ മഹേഷിന്റെ അരികിലേക്ക് പോകില്ല എന്ന് അവൾ തീരുമാനിച്ചു. അവിടെ നിന്ന് നേരെ പോയത് ഒറ്റയ്ക്ക് താമസിക്കുന്ന തൻ്റെ അപ്പച്ചിയുടെ അരികിലേക്കാണ്. കെട്ടിയവൻ കള്ളു കുടിച്ച് ഉപദ്രവിച്ചപ്പോൾ അയാളെ അടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ധീരയാണ് അവർ. എല്ലാവരും അവരെ കുറ്റം പറഞ്ഞപ്പോഴും അനു അവർക്ക് സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് അനുവിനോട് എന്നും ഉണ്ട്. അപ്പച്ചി 2 കൈ നീട്ടി അനുവിനെ സ്വീകരിച്ചു. അവിടെ നിന്നാണ് അവൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചെടുത്തതും ലോകം അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനർ ആയതും. ഒരിക്കൽ ജോലിയിൽ കൃത്രിമം കാണിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എഞ്ചിനീയറുടെ കഥ അവൾ പേപ്പറിൽ വായിച്ചു. പേര് മഹേഷ് എന്നായതുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിടർന്നു. അവൾ പോകുന്നതിനു ശേഷം അയാൾ പരസ്ത്രീ ബന്ധങ്ങൾ പരസ്യമാക്കിയതും അവളുമാർ പണത്തിനു വേണ്ടി അയാളെ പിഴിയുന്നതും ലഹരിക്ക് അടിമയാകുന്നതും എല്ലാം അറിഞ്ഞിരുന്നു. കൂടുതൽ പണം അവർക്ക് കൊടുക്കാൻ വേണ്ടി ജോലിയിൽ തന്നെ എന്തോ കൃത്രിമം കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസായതുമെല്ലാം. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത കുടുംബക്കാർ മുഴുവൻ അവളുടെ കയ്യിൽ പണം എന്ന് കണ്ടപ്പോൾ സപ്പോർട്ടും കൊണ്ട് വന്നിരിക്കുന്നു. എന്നാൽ എല്ലാവരെയും വളരെ അത്യാവശ്യമുള്ള സമയത്ത് അവൾക്ക് അവരുടെ ആരുടെയും സഹായം കിട്ടിയില്ല. ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആരുടെയും ആവശ്യം തനിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു കൈ അകലത്തിൽ നിർത്തി. അതോടെ അനു അഹങ്കാരിയായി. പക്ഷെ ആ വിളി കേൾക്കാനും അവൾക്കിഷ്ടമായിരുന്നു. സ്വന്തം കാലിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നത് അഹങ്കാരി എന്നാണ് പറയുന്നതെങ്കിൽ അവൾ അഹങ്കാരിയാണ്. എല്ലാത്തിനും സപ്പോർട്ടായി അപ്പച്ചി കൂടെയുണ്ട്. ആരൊക്കെ എതിർത്താലും മുന്നോട്ടു പോകാൻ അവൾക്കത് മാത്രം മതിയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.